ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ബേനിയ റെസിപ്പിയാണ്. ഡോനട്ട്സ് ഉണ്ടാക്കുന്ന ഡോ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഷേപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുപോലെ ഷുഗർ കോട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ചെറിയ ചൂടുള്ള പാല്, അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് സമയം വേണ്ട. നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് പാലും ഷുഗറും ഈസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വെക്കണം. ഇതിൽ അങ്ങനെ വേണ്ട. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്, മൈദ. അതിലേക്ക് കുറച്ച് സോൾട്ടും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ ആയിട്ട് നമ്മളുടെ ഈ പാലിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഡോ എപ്പോഴും കുറച്ചൊരു സ്റ്റിക്കി ആയിട്ട് വേണം, അപ്പോഴാണ് നമ്മളെ ഡോനട്ട്സ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇതിലോട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള അൺസോൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ബട്ടർ നമ്മൾ ആ പാല് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുത്താൽ നീഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈസി ആയിരിക്കും. ഇനി ഇതുപോലെ നന്നായിട്ട് ഈ ഡോ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 6 to 7 മിനിറ്റ്സ് എങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്തിട്ട് നമ്മളിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഈ ഡോ നമ്മളിതിലേക്ക് വെച്ച് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ടൈം നമ്മൾ റൂം ടെമ്പറേച്ചറിനനുസരിച്ച് കൂടിയോ കുറഞ്ഞോ ഉണ്ടാവും. ഡോ ഒന്ന് ഡബിൾ സൈസായിട്ട് വരണം. ഇപ്പോൾ ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് പഞ്ച് ചെയ്ത് എയർ ഒന്ന് റിലീസ് ചെയ്യുക. അതിനുശേഷം ഇതിനെ നമ്മൾ 2-3 പീസാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നത് പരത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ചെറിയ സ്പേസ് ആയത് കാരണം ഞാനൊരു 3 പീസാക്കിയിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇതിനൊരു ബോൾ ഷേപ്പിലേക്ക് മാറ്റാം. ഈ മാവ് എപ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ വരണം, അപ്പോഴാണ് നമ്മളത് പരത്തി വരുമ്പോൾ ബേനയും അതുപോലെ നല്ല ഒരു സ്മൂത്തായിട്ടുള്ള ഷേപ്പിൽ വരുള്ളൂ. ഇതുപോലെ നമ്മളിതിനൊന്ന് പരത്തിയെടുക്കുകയാണ്. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സിൽ ഇതുപോലെ പരത്തി സ്ക്വയർ ആവാൻ വേണ്ടിയിട്ട് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മളിതിനെ കട്ട് ചെയ്തിട്ടെടുക്കുക. സ്ക്വയറോ റെക്റ്റാങ്കിളോ അങ്ങനെ ഏതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് ഇതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് തിക്കോ ഒരുപാട് തിന്നോ ആവണ്ട. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതല്ലാതെ ഇത് നേരിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ ഒരു മീഡിയം ഹീറ്റാണ് വേണ്ടത്. ഒരുപാട് ഹോട്ട് ഓയിലാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അകത്തൊന്നും വേകാതെ ഡാർക്കായി പോവും. അപ്പോൾ ഒരു മീഡിയം ഹീറ്റിൽ നമ്മളിതിനെ മറിച്ചിട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ കളർ ചേഞ്ച് ആവണ വരെ, ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ചെറിയ ബാച്ചസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിന് മുകളിൽ പൊടിച്ച് വെച്ച പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല പില്ലോയി ഷേപ്പുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ബേനെ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.